പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പൊ നമ്മൾ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോ നിയമസഭാ സമ്മേളനം വീണ്ടും പുനരാരംഭിക്കുന്ന ദിവസമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം ഇന്ന് പ്രമേയം പാസാക്കുന്ന ഒരു ദിവസം കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷവും പ്രമേയത്തെ പിന്തുണയ്ക്കും. അതുപോലെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നുമുണ്ട്. അർജുൻ രാജ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. അപ്പോ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്ന പ്രമേയം അതിന്നിപ്പോ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. എങ്ങനെയാണ് സഭയിലെ കാര്യങ്ങളൊക്കെയും, മാത്രമല്ല ഇന്ന് അടിയന്തര പ്രമേയം വീണ്ടും വരുമെന്ന് അറിയുന്നു. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സേതു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് നിയമസഭയിൽ പ്രമേയമായി അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആ നിലപാട് തന്നെയായിരിക്കും നിയമസഭ ഇന്ന് ഏകകണ്ഠമായി സഭയിൽ അവതരിപ്പിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ പ്രമേയത്തിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ആരോപണം ശക്തമാണ്. കേരളം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തിടുക്കപ്പെട്ട് SIR നടപ്പാക്കുന്നത് അത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് പ്രമേയത്തിൽ മുഖ്യമന്ത്രി പറയും. 2003 ശേഷം ജനിച്ചവർക്ക് വോട്ടറാകാൻ രക്ഷിതാക്കളുടെ പൗരത്വ രേഖകൾ വേണമെന്നുള്ള വ്യവസ്ഥ അത് ഭരണഘടനാ ലംഘനമാണെന്നും ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം. ഒപ്പം വോട്ടർ പട്ടിക പുതുക്കൽ അത് സുതാര്യമായി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രമേയം. പ്രതിപക്ഷവും ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും. അങ്ങനെ രാജ്യത്താകെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധമുണ്ട് വിവിധ പാർട്ടികളുടെ. അതിനപ്പുറത്തേക്ക് ഒരു നിയമസഭ ഇക്കാര്യത്തിൽ പ്രമേയം പാസ്സാക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ചില സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ തീരപ്രദേശങ്ങളുണ്ടായിട്ടുള്ള കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയുടെ മുന്നിലേക്ക് ശ്രദ്ധ ക്ഷണിക്കൽ വരുന്നുണ്ട്. ഈ കപ്പൽ അപകടങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ള നാശങ്ങൾ, അതായത് കടലിലേക്ക് വിഷാംശങ്ങളൊക്കെ വന്ന് മത്സ്യങ്ങൾക്കുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നുണ്ടെന്ന് സമർത്ഥിക്കാനായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അതേ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി നല്ല രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ള വാദമാണ് സർക്കാരിനുള്ളത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഉൾപ്പെടെ ആളുകളെ അധികം ബാധിക്കാത്ത തരത്തിൽ സാമ്പത്തികാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന വിശദീകരണം ധനമന്ത്രി നൽകുകയും ചെയ്യും. കഴിഞ്ഞ നിയമസഭ ഈ സഭാ സമ്മേളനം തുടങ്ങിക്കേട്ടത് നമുക്കറിയാം തുടർച്ചയായി ചർച്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യവും. സേതു. ഓക്കെ അർജുൻ.